അല്ല അവരെ അങ്ങനെ കുറ്റപ്പെടുത്താനും പറ്റില്ല. നിന്നെ ആദ്യം കാണുന്ന ആർക്കായാലും അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അണ്ണാ അതൊക്കെ പോട്ടറാ, നീ വന്ന കാര്യം പറ. എന്താടാ വലിയ പോസ്? ഞാനേ ആ നരകങ്ങളോടുള്ള ദേഷ്യം കളഞ്ഞതാ. ആ അണ്ണനിപ്പോ എന്താ അറിയേണ്ടത്? നീല്ലേ നേരത്തെ വലിയ ഡിക്റ്റേറ്റീവ് പോകുന്ന പോലെ ഞാനിപ്പൊ കണ്ടുപിടിച്ചോണ്ട് വരാണെന്ന് പറഞ്ഞ് വലിയ വീമ്പിളക്കി പോയത്. എന്നിട്ടിപ്പോ അതെന്താണെന്ന് കൂടി നീ മറന്നുപോയല്ലേ? കിട്ടി അണ്ണ കിട്ടി. ഈ വേലപ്പന്റെ ഇട എന്താണെന്നല്ലേ അറിയേണ്ടത്? അതെന്താണെന്നുള്ള പിടികിട്ടിയണ്ണ. ഈ ചിന്നനെ കുറിച്ച് അണ്ണൻ എന്താണ് കരുതിയത്? ഒരു കൂട്ടരിപ്പോ നിന്നെ കുറിച്ച് വിചാരിച്ച് അകത്തേക്ക് പോയല്ലേ ഉള്ളൂ. പിന്നെ ഞാനും കൂടി എന്തിനാടാ? നീ കാര്യം പറടാ. അണ്ണാ ഈ വേലപ്പന്റെ ഡേ എന്ന് പറയുന്നത് കീടനാശിനിയൊന്നും അല്ല. അത് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ. പിന്നെ ഇത് സംഗതി വേറെയാ. എന്ത്? അണ്ണാ ഈ വേലപ്പന്റെ ഡേ എന്ന് പറയുന്നത് ഈ പ്രേമിക്കുന്നവര് തമ്മിൽ സ്നേഹം പരസ്പരം കൈമാറുന്ന ദിവസമാ. സ്നേഹം പരസ്പരം കൈമാറിയേ? നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം അണ്ണാ. ആദ്യം ഞാൻ ആ വളം വെക്കുന്ന കടയിൽ പോയി ചോദിച്ചു. പിന്നെ കോയിക്കലെ ബെന്നിച്ചനോട് ചോദിച്ചു. അവൻ +2 അല്ലേ പഠിക്കുന്നേ. രണ്ടുപേരും ഇത് തന്നെയാ പറഞ്ഞു. എന്നാലും സ്നേഹം കൈമാറുന്നൊക്കെ പറയുമ്പോ അതെങ്ങനെയാടാ ഈ സ്നേഹം കൈമാറുന്നത്? അതൊക്കെ വിശദമായി അന്വേഷിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. അണ്ണാ പണ്ടുള്ളവരുടെ പ്രേമം മൂക്കുമ്പോ അവരെന്തൊക്കെയാ ചെയ്യ? മുത്തേ, തേന്, പാല് എന്നൊക്കെ എഴുതി ഒരു ലവ് ലെറ്റർ അങ്ങോട്ട് കാച്ചും. എന്നിട്ടും ആക്രാന്തം തീരാത്തവന്മാര് നേരെ ചെന്ന് ഐ ലവ് യു എന്ന് പറയും. അത്ര തന്നെ. ഇപ്പോ കാലമൊക്കെ മാറിപ്പോയില്ലേ അണ്ണാ. വില പിടിച്ച സമ്മാനങ്ങൾ കൈമാറുന്നതാ ഇപ്പോഴത്തെ ഫാഷൻ. സമ്മാനങ്ങൾ കൊടുക്കലോ? അത് കൊള്ളാലോ പരിപാടി. അണ്ണാ ഇതൊക്കെ ഒരു തരം വേലത്തരമല്ലേ? നമ്മൾ ചൂണ്ടയിടുമ്പോ അതിന്റെ അറ്റത്ത് ഇരയെ കോർത്തിടൂലേ? വലിയ ഇരയാണെങ്കിൽ വലിയ മീനെ കിട്ടുന്നല്ലേ വിശ്വാസം. അതുപോലെ ഇര കോർക്കല ഈ സമ്മാനങ്ങളും. ചിലത് കൊത്തും, ചിലത് സ്വാഹ. അടുത്ത കൊല്ലം വേറെ ചൂണ്ട, വേറെ ഇര, വേറെ കായല്. കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ചാട്ടി. നീ ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊരു സംശയം. കുറച്ചു മുമ്പ് ഒരുത്തൻ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്ന് തന്നു. അണ്ണന് സമ്മാനോ? അയ്യേ, അതും ഒരുത്ത കൊണ്ടുവന്നത് കൊറിയറുകാരനാ. പക്ഷേ അത് ആരയച്ചാന്നാ മനസ്സിലാവാത്ത. അണ്ണാ ഒന്ന് കാണിച്ചേ. നിനക്ക് ഞാൻ എടുത്തോണ്ടിരാ. ആരായിരിക്കും അത്? എന്തായിരിക്കോ സമ്മാനം? എന്തായാലും ഈ വാലപ്പന്റെ ഡേ കൊള്ളാം. നമ്മക്കാരും തരായില്ലെന്നേ. അണ്ണാ അണ്ണനിത് എങ്ങനെ കിട്ടിയതാ പറഞ്ഞത്? ഒരു അരമണിക്കൂർ മുമ്പ് ഒരു കൊറിയറുകാരൻ കൊണ്ട് തന്നതാ. അണ്ണാ അണ്ണനിത് എങ്ങനെ കിട്ടിയതാ പറഞ്ഞത്? ഒരു അരമണിക്കൂർ മുമ്പ് ഒരു കൊറിയറുകാരൻ കൊണ്ട് തന്നതാ. ആരാന്ന് ഇതിൽ എഴുതിയിട്ടില്ല അണ്ണാ? എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒടുക്കത്തെ ഇംഗ്ലീഷാ. ഇംഗ്ലീഷിലായിരുന്നു. ഇങ്ങെടുത്തു. അയ്യോ തന്നല്ലേ. ഈ ഇംഗ്ലീഷും മലയാളം ഒക്കെ കണക്ക് തന്നെയല്ലേ നമുക്ക്? അയച്ചത് ആരാന്ന് ഒരു പിടിയും കിട്ടുന്നില്ലേ? ഞാനിത് കുറെ നേരമായിട്ട് ആലോചിക്കുക. എന്നാലും ഇതെനിക്ക് ആരായിരിക്കും അയച്ചു തന്നത്? എന്ത് രസം. ഇത് എനിക്ക് വേണ്ടി വാങ്ങിയ വാലന്റൈൻസ് ഡേ സമ്മാനം അല്ലേ? ഓൺലൈനിൽ വരുത്തിയതാ. നീ അപ്പുറത്ത് പോയിക്കേ. എന്റെ കയ്യിൽ എന്ത് കണ്ടാലും നിനക്ക് വേണം. എന്താ ഒന്ന് പോയിക്കേ വേണേ? എന്തായാലും എനിക്ക് വാങ്ങിച്ചതല്ലേ, എന്നാ പിന്നെ ഇനി തന്നൂടെ? ഇത് നിനക്ക് വാങ്ങിച്ചൊന്നല്ല. നിനക്കൊരു മാങ്ങാത്തൂരും തരാൻ പോകുന്നില്ല. പോ.
സൂപ്പർ ആയിരുന്നു കേട്ടാ. സാധനം തരത്തൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വേറെ ആരുണ്ട് ഈ മാർത്താണ്ട് വരുത് അണ്ണന്റെ പേരുള്ള? എനിക്ക് തന്നെയാണെങ്കിൽ പിന്നെ ഇത് ആരായിച്ചായിരിക്കൂടാ? ആളേക്ക് എനിക്ക് മനസ്സിലായി. ആരാടാ? നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ എന്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചു. ആരാടാ പറ. അണ്ണ, അണ്ണൻ ഇതിനു മുമ്പ് എന്നെങ്കിലും ഇങ്ങനൊരു സമ്മാനം എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല? ഇത് ആദ്യത്തേതാ. കഴിഞ്ഞ കൊല്ലവും അതിന്റെ മുന്നത്തെ കൊല്ലമൊക്കെ ഈ വാലല് ഈ ഡേ ഉണ്ടായിരുന്നല്ലോ. അന്നൊന്നും അണ്ണൻ ഇതൊന്നും കിട്ടിയിട്ടുമില്ല. അതിന്റെ അർത്ഥം ഇത് അയക്കാനായിട്ടൊരാള് പുതുതായി ഈ നാട്ടിലുണ്ടായെന്നർത്ഥം. അങ്ങനെയല്ലേ? നീ CBI കളിക്കാതെ കാര്യം പറ. അണ്ണാ, ഒരു സംശയം വേണ്ട, ഇത് അല്ലി ടീച്ചർ അയച്ചതാ. ടീച്ചറോ? ടീച്ചർ എനിക്ക് ടീച്ചറിന് അണ്ണനോട് ഇഷ്ടമുണ്ടെന്ന് നേരിട്ട് പറയാൻ മടിയുണ്ടായോണ്ട അതിന് പകരം സമ്മാനം വെച്ചത്. കൊള്ളാല്ലേ സാർ? സത്യമായിരിക്കോടാ? ഉറപ്പായിട്ടും അതെ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോകും. അയ്യോ, കാക്കച്ചി കൊത്തിക്കൊണ്ട് പോകും. അടി ദേവേട്ടാ, നീ അപ്പുറത്തേക്ക് പോ. അണ്ണാ, ഞാൻ പോണം. അണ്ണ ഈ താറാവിനെ കളിപ്പിച്ചോണ്ടിരുന്നോ? വാലന്തരഡേയ്സ് ഡേ. മഴവില്ലു തൂക്കുമഴകേ. എന്താ അർച്ചേ? എന്താ കാര്യം? ദേവേട്ടൻ ഒരു ഉപകാരം ചെയ്യൂ. അമ്മായിയെ ഒന്ന് ടൗണിൽ കൊണ്ടുപോകാമോ? എന്തോ കുറെ സാധനങ്ങളൊക്കെ വാങ്ങാനേ. അതിന് ആർച്ചിക്ക് ഡ്രൈവിംഗ് അറിയാന്നല്ലേ? അവരെയും കൂട്ടി ഇങ്ങ് പോയാ പോരെ? ഞാൻ കുറെ നാളായില്ലേ വണ്ടി ഓടിച്ചിട്ട്. ഒരു ധൈര്യക്കുറവ്. അല്ലെങ്കിലും ടൗണിലോട്ട് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. വിഷ്ണുവേട്ടൻ എന്നും രാവിലെ പോകില്ലേ? ഫാക്ടറിയും ബിസിനസ്സും ഒന്നും ഒഴിഞ്ഞിട്ട് ഒരു നേരവും ഇല്ല. അതുകൊണ്ട്
ദേവേട്ടനെ ശല്യപ്പെടുത്തുന്നത്. അമ്മാവനില്ലേ, ഒരു ടാക്സി വിളിച്ച് പോവാലോ. അമ്മാവൻ എന്നും വിഷ്ണുവേട്ടന്റെ കൂടെ ഫാക്ടറിയിലോട്ട് പോകുന്നുണ്ടല്ലോ. കുറച്ചു ദിവസമായി പകല് മുഴുവനും അവിടെയാ. ശരി, അമ്മയോട് ഒരുങ്ങിക്കോളം പറ, ഞാൻ കൊണ്ടുപോയിക്കോളാം. അവര് റെഡിയായി കഴിഞ്ഞു. ശരി. അമ്മേ, എന്റെ കറുത്ത ക്ലിപ്പ് കണ്ടോ? നിന്റെ സ്ലൈഡൊന്നും ഞാൻ എടുത്തില്ല. അതാ മേശയിൽ എവിടെങ്കിലും കാണും. അതെങ്ങനെയാ ഒരു സാധനം എടുത്തെടുത്ത് വെക്കുന്ന സ്വഭാവം പണ്ടേ നിനക്കില്ലല്ലോ. സ്ലൈഡല്ലേ നിന്റെ തലയിലിരിക്കുന്നേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. ആ അല്ല, നിനക്കിന്ന് അവധിയല്ലേ? ഒരുങ്ങിക്കെട്ടി നീ ഇതെങ്ങോട്ട് പോന്നു? അമ്മയ്ക്ക് ഈടിയായിട്ട് ഓർമ്മ തീരെയില്ല കേട്ടോ. ഓർമ്മ നല്ലോണമുള്ള ആളാണല്ലോ. ഇപ്പൊ ക്ലിപ്പിന്റെ കാര്യം എന്നോട് ചോദിച്ചത്. നീ എങ്ങോട്ടാണെന്ന് പറ. സുനന്ദയ്ക്ക് സാരി വാങ്ങിക്കാൻ കൂടെ പോണ കാര്യം ഞാൻ പറഞ്ഞത് അമ്മ മറന്നോ? ആ, ഞാൻ ഇന്നലെ ജോലി ചെയ്ത സമയത്തല്ലേ നീ പറഞ്ഞത്. എന്തോ കേട്ടു എന്നല്ലാതെ ഒന്നും ഓർമ്മിക്കുന്നില്ല. അവളുടെ കസിന്റെ കല്യാണത്തിന് ഉടുക്കാനാ ഒരു സാരി വാങ്ങണം. അതിന് ഞാൻ കൂടെ ചെല്ലണമെന്ന് അവക്ക് ഒരേ നിർബന്ധം. ഞാൻ എടുക്കുന്ന സാരികളൊക്കെ അവക്ക് വലിയ ഇഷ്ടാ. എന്റെ സാരി സെലക്ഷൻ കൊള്ളാമെന്ന് അവള് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ചെന്നാലേ സാരി എടുക്കുള്ളൂ എന്നുള്ള വാശിയില അവള്. നിനക്കിപ്പ അവളോടൊപ്പം ചുറ്റിക്കറങ്ങാൻ പോണം. അതിന് നീ പൊക്കി പറയൊന്നും വേണ്ട. ഞാൻ എന്ത് പൊക്കി പറഞ്ഞു എന്ന് അമ്മ പറയുന്നേ? സാരി സെലക്ഷന്റെ കാര്യം അത് സത്യം തന്നെയല്ലേ? എന്റെ സാരിയൊക്കെ ഉഗ്രനാണെന്ന് സുനന്ദ മാത്രമല്ല, സ്കൂളിലെ ബാക്കി ടീച്ചർമാരെല്ലാം സമ്മതിച്ച കാര്യാണ്. ശരി, സമ്മതിച്ചു. നീ വലിയ മിടുക്കത്തിയാ. ആട്ടെ, എങ്ങോട്ടേ മിടുക്കത്തിന് പോക്ക്? ടൗണില് മഹാലക്ഷ്മി സിൽസ് വരെ ഒന്ന് പോണം. ഒരു സാരി വാങ്ങിക്കാൻ ഇവിടെ എങ്ങും കടയില്ലാഞ്ഞിട്ടാണോ? കല്യാണത്തിന് ഉടുക്കാനാവുമ്പോ പട്ടുസാരി തന്നെ വേണ്ടേ അമ്മേ? അത് മാത്രമല്ല, അവളുടെ ഫാമിലിയിലെ അടുത്ത കാൻഡിഡേറ്റ് അവളാണ്. നല്ല പകിട്ടി ചെന്നില്ലെങ്കിൽ കല്യാണത്തിന് വരുന്ന ചെറുക്കന്മാരൊന്നും നോക്കില്ലെന്നാ അവള് പറയുന്നത്. എന്നാലൊരു കാര്യം ചെയ്യ്, കൊള്ളാവുന്നൊരു പട്ടുസാരി നീയും മേടിക്കും. നീയും ഇവിടുത്തെ ഒരു കാൻഡിഡേറ്റ് ആണല്ലോ. അമ്മ തുടങ്ങി. അമ്മ ഏത് വഴിക്ക് പോയാലും അവസാനം എത്തുന്നത് കല്യാണത്തിന്റെ കാര്യത്തിലാ. ഒരു വടക്ക് നോക്കിയ യന്ത്രത്തെ പോലെ സൂചി എപ്പോഴും കല്യാണത്തിന്റെ നേർക്ക് തന്നെയാ. ആ, എനിക്ക് ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിന്നെ യോഗ്യനായ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണോന്നുള്ള ഒരൊറ്റ മോഹമേ എനിക്കുള്ളൂ. എന്നാ ആ മോഹം കെട്ടിപ്പിടിച്ച് അമ്മയോടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. ദേ, ടൗണിൽ പോകുന്നൊക്കെ കൊള്ളാം. കറങ്ങി തിരിഞ്ഞു നിൽക്കാതെ നേരെ ഇങ്ങോട്ട് പോന്നോളണം. കറങ്ങി തിരിയാനോ? അതിന് കള്ളി ഷോപ്പിലോട്ടാണോ പോണേ? ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കല്ലേ? ചെല്ലേ. അമ്മേ, എനിക്ക് എന്തായാലും ലെഹങ്ക വാങ്ങണം കേട്ടോ. കൊറേ നാളായിട്ട് ഞാൻ ആശിക്കുന്നതാ ലെഹങ്ക വാങ്ങണോന്ന്. അങ്ങനത്തെ ഡ്രസ്സൊന്നും വേണ്ട. വല്ല ചുരിദാറോ മിടിയോ അങ്ങനെ വല്ലതും മതി. അതെന്ത് പരിപാടിയാ അമ്മേ? എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞല്ലേ ആർച്ച് ചേച്ചി അമ്മയുടെ കയ്യിൽ പൈസ തന്നത്. എന്നിട്ട് ഇപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞ എങ്ങനെയാ? പൈസ തന്നൂന്ന് കരുതി എലങ്കയൊക്കെ വാങ്ങിച്ചു പൈസ കളയണ്ടാന്നാ പറഞ്ഞ. എലങ്കയല്ലമ്മേ, ലെഹങ്ക. ആ, ലെഹങ്ക. വായിക്കൊള്ളാത്ത ഓരോ പേരുകളും ഇട്ട് കാണാൻ കൊള്ളാത്ത കുറെ വസ്ത്രങ്ങളുണ്ട്. അതൊക്കെ ഇട്ടോണ്ട് നടക്കാൻ നിന്നെ പോലത്തെ കുറെ പരിഷ്കാരികളും. അമ്മയ്ക്ക് ഞാൻ പറഞ്ഞ ഡ്രസ്സ് ഏതാന്ന് മനസ്സിലായോ? ആ, ആർക്കറിയാം. അമ്മ ഓർക്കുന്നില്ലേ അന്ന് അമ്പലത്തിലെ ഉത്സവത്തിന്റെ അന്ന് മാളിക വീട്ടിലെ സ്റ്റേലിയൻ ഇട്ടോണ്ട് വന്നത്? മെറൂൺ കളറ്. ആ, എനിക്ക് ഓർമ്മയില്ല. ഈ അമ്മയ്ക്ക് ഒരു ഓർമ്മയില്ല. ഞാനെന്ന് അമ്മയെ വിളിച്ച് കാണിച്ചു തന്നതാ. അന്ന് ഉത്സവത്തിന് വന്ന എല്ലാവരുടെയും കണ്ണ് ആ സെലീനയുടെ മേലായിരുന്നു. അതിനൊക്കെ വലിയ വിലയല്ലേ മോളെ? അത്രയും വിലയുള്ള ഡ്രസ്സൊക്കെ ഇടാൻ നമുക്ക് പാങ്ങുണ്ടോ? പൈസ തന്നത് ആർച്ചമോളാണെങ്കിലും
ചെലവാക്കുന്നതിന് നമുക്കൊരു മനസാക്ഷി വേണ്ടേ? അല്ലെങ്കിൽ തന്നെ ആ എലങ്കയൊക്കെ നിനക്ക് ചേരുവോടി? എലങ്കയല്ല, ലഹങ്ക. ആ അത് തന്നെ, എലങ്ക. ലഹങ്ക എനിക്ക് നന്നായിട്ട് ചേരുമെന്ന് കൂട്ടുകാരികളൊക്കെ പറഞ്ഞു. ചേരില്ലേ ദേവേട്ടാ? എനിക്കറിയില്ല. അതെന്താ അറിയാത്തെ? ഒരാൾക്കൊരു ഡ്രസ്സ് ചേരോ ഇല്ലയോന്ന് അറിയാൻ വലിയ അറിവൊന്നും വേണ്ട. പറയാൻ മനസ്സിലാഞ്ഞിട്ടാണെങ്കി അത് പറഞ്ഞാ പോരെ. അല്ലെങ്കിലും ഞാനൊരു നല്ല ഡ്രസ്സ് ഇടുന്നത് ആർക്കും ഇഷ്ടമല്ല, ദേവേട്ടനടക്കം ആർക്കും. എന്റെ പൊന്നു വെച്ച ആ പറഞ്ഞ സാധനം എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ ഞാൻ എങ്ങനെയാ ഇതിന് മറുപടി പറയാ? ദേവേട്ടൻ ഇതുവരെ ലഹങ്ക കണ്ടിട്ടില്ലേ? പാർട്ടി വെയറാ, ഇട്ടാ നല്ല ഭംഗിയാ കാണാൻ. ഞാൻ കാണിച്ചു തരാം. ദേ, ഇത് നോക്കിയേ, ഇതാ ലഹങ്ക. പറ ദേവേട്ടാ. ആ കൊള്ളാം. കേട്ടില്ലേ? ദേവേട്ടൻ വരെ പറഞ്ഞു കൊള്ളാന്ന്. ഇനി എന്തായാലും വാങ്ങണം. കാണിച്ചേടി മോളെ ആ എലങ്ക. ദേ, പിന്നെ ഈ എലങ്ക. അമ്മയ്ക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? പേര് പോലും പറയാൻ അറിയാത്ത അമ്മ ഇപ്പൊ കാണണ്ട. ശരി, വാങ്ങിച്ചു തന്നേക്കാം. ദേവനും കൂടി നല്ലതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇനി വിസമ്മതം പറയുന്നില്ല. എലങ്കയെങ്കിൽ എലങ്ക. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ദേവേട്ടൻ വേറൊരു കാര്യം മറന്നുപോയി അല്ലേ? എന്താ? എനിക്കൊരു സാധനം വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് പിന്നെ അനക്കൊന്നുമില്ല. മനസ്സിലായി മനസ്സിലായി. അത് ഉടനെ കിട്ടും. വലിയ പറഞ്ഞ മോഡലിലുള്ളത് അവിടെ കടയിലില്ലായിരുന്നു. അത് പണിയാൻ അവിടെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാലേ നമുക്ക് ആ കടയിലും കൂടെ പോയാലോ? അവര് പണിത് കഴിഞ്ഞെങ്കിൽ നമുക്കിത് മേടിക്കാലോ. ഏയ്, ഇത്ര പെട്ടെന്ന് അത് പണിത് കഴിയില്ല. 1 മാസമെങ്കിലും എടുക്കും. ഒരു ബ്രേസ്ലെറ്റ് പണിയാൻ 1 മാസമോ? ഈ ഫാഷനുള്ള ഡിസൈൻ വേണമെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാൽ അവരിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്താറായില്ലേ ഇതുവരെ? ആ, ഇപ്പൊ എത്തും. വലിയ കടയാണല്ലോ അമ്മേ. പൈസ തികയാതെ വരുവോ? എന്നാലും കുഴപ്പമില്ലെന്നേ, ദേവനല്ലേ കൂടെയുള്ളത്. ബാക്കി ദേവനെ കൊണ്ട് കൊടുപ്പിക്കാം, നീ പേടിക്കണ്ട. നിനക്കിഷ്ടപ്പെട്ടതൊക്കെ എടുത്തു. എലങ്കയോ മിടിയോ ജീൻസോ എന്തു വേണേലും. ദേ, ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഏലങ്കയല്ലമ്മേ, ലഹങ്ക. എന്തു കുന്തോ ആണെങ്കിലും ആവട്ടെ, നീ എന്നെ മലയാളം പഠിപ്പിക്കാൻ നിൽക്കാതെ സാധനങ്ങൾ വാങ്ങാൻ നോക്ക്. അതിന് ദേവേട്ടനും കൂടെ വരണ്ടേ? ഇവൾ ഇവിടെയും വന്നോ? ഇതിലെന്തോ രഹസ്യമുണ്ടല്ലോ. വാ. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? വേഗം വാ. ഇല്ല, ഞാനില്ല. നിങ്ങൾ പോയി എടുത്തോ. എനിക്കല്ലോ, നിങ്ങൾക്കല്ലേ ഡ്രസ് എടുക്കുന്നില്ലെങ്കിൽ അഭിപ്രായം പറയാലോ. നിങ്ങൾ പോയിട്ട് വാ. ഞാനിവിടെ ഈ കാറിനെടുത്തുണ്ടാവും. വരുന്നില്ലെങ്കിൽ വേണ്ട മോളെ, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാ മതിയല്ലോ. ഏയ്, അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഒന്നിച്ച് വന്നിട്ട് ഒരാള് മാത്രം പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. വേണ്ട മോളെ, നിർബന്ധിക്ക. വരുന്നില്ലെങ്കിൽ വേണ്ട മോളെ, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാ മതിയല്ലോ. ഏയ്, അങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഒന്നിച്ച് വന്നിട്ട് ഒരാള് മാത്രം പുറത്ത് നിൽക്കാന്ന് പറഞ്ഞാ അത് ശരിയാവില്ല. വേണ്ട മോളെ, നിർബന്ധിക്കണ്ട. വന്ന ദേവേട്ടാ, വലിയ വെയിറ്റ് ഇടാതെ. അതോ ഞാൻ ഇനി പിടിച്ചു വലിച്ചുകൊണ്ട് പോണോ? വേണ്ട വേണ്ട, ഞാൻ വരാം. നിങ്ങൾ പോയിക്കോ.
നമസ്കാരം മാഡം. സാരി സെക്ഷൻ. സെക്കൻഡ് ഫ്ലോറിലാ മാഡം. ശരി, ലിഫ്റ്റിൽ പോവാം. സാരമില്ല, ഞങ്ങൾ സ്റ്റെയർ കേസ് Okay. ഉപയോഗിച്ചോളാം. വാ. നമസ്കാരം. ദേ, ഇവക്ക് കുറച്ച് ഡ്രസ് എടുക്കാനാ. എവിടാ? അത് സെക്കൻഡ് ഫ്ലോറിലാ ആ, മാഡം. എലങ്ക. അമ്മേ, ദേ ദേ ഉം. ഇതുപോലുള്ള ഡ്രസ്സാ വേണ്ടത്. അത് തേർഡ് ഫ്ലോറിലാ മാഡം. തേർഡ് ഫ്ലോറിലാണെന്ന് വാ. അയ്യോ, കോണിപ്പടി കയറാൻ എന്നെ കൊണ്ട് പറ്റൂല. ലിഫ്റ്റ് എവിടെയാ? ദേ അവിടെയാ മാഡം. ലിഫ്റ്റ് നോക്കി എത്ര നേരം നിക്കാനാ? നമുക്ക് ആ സ്റ്റെയർ കേസിലൂടെ പോയാൽ പെട്ടെന്ന് എത്താം. നമ്മൾ ഇത്രയും പൈസ കൊടുക്കുന്നതല്ലേ, എന്തിനാ കുറയ്ക്കുന്നേ? ലിഫ്റ്റിൽ തന്നെ പോകാം. വേഗം വാതേ വേട്ടാ. നിങ്ങൾ ലിഫ്റ്റിൽ കയറിക്കോ, ഞാൻ സ്റ്റെപ്പ് കയറി വന്നോളാം. ദേ ലിഫ്റ്റ് വന്നേ. എനിക്ക് നടക്കുന്ന ഇഷ്ടം. എത്ര പേരായാലും ഞാൻ നടന്നേനെ കയറും. ഈ മുകളിലേക്കും താഴേക്കും പോകുന്ന യന്ത്രമൊന്നും എനിക്ക് വേണ്ട. അവളെ കാണാനായിരിക്കും പരിപാടി. അല്ലിയാമ്പലിതളേ മഴ